CSKയുടെ ബൗളിംഗിൽ എന്നത്തെയും പോലെ തന്നെ 100 അഹമ്മദ് ഇന്നലെയും ഇമ്പാക്ട് ആയിരുന്നു. അതായത് വിക്കറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും ആള് ആ ഒരു ബോൾ പിടിച്ചുകൊണ്ടാണ് റൺസ് പിടിച്ചുകൊണ്ടാണ് ബോൾ എറിഞ്ഞിട്ടുണ്ടായിരുന്നത്. 4 ഓവറിൽ ഒരു 21 റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുകേഷ് ചൗധരി 3 ഓവറിൽ 24 റൺസ് കൊടുത്തിട്ട് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ആളുടെ ഓവറിലാണ് ആ ഒരു ഇമ്പാക്ട് നടന്നത്. കാരണം ഒരു വിക്കറ്റും അതുപോലെ തന്നെ ആ ഒരു റൺഔട്ട്. സ്പെൻസർ ജോൺസൺ 4 ഓവറിൽ 39 റൺസ് കൊടുത്തിട്ട് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആൾ ഇന്നലെ ആദ്യമായിട്ടാണ് തോന്നുന്നു ഡെബ്യൂട്ടാന്ന് തോന്നുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല ബൗളിംഗ് ആയിരുന്നു. ആ ഒരു സ്വിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു, നല്ല ലെങ്തിലേക്ക് എറിയുന്നുണ്ടായിരുന്നു. ഗുർജപ്നീത് സിംഗ് ഇന്നലെ അത്ര ഇതായിരുന്നില്ല, കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. 3 ഓവറിൽ 34 റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ അഖിൽ ഹുസൈനെ ഇറക്കിയാൽ മതിയായിരുന്നു എന്ന് ഇന്നലെ ആ ഒരു ബൗളിംഗ് കണ്ടപ്പോൾ തോന്നി. പക്ഷേ ഇന്നലത്തെ ഫസ്റ്റ് ഇന്നിംഗ്സ് കണ്ടിട്ടായിരിക്കണം ചിലപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്, പ്രത്യേകിച്ച് സ്പിന്നേഴ്സിന് വലിയൊരു സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട്. പക്ഷെ എന്നാലും 100 അഹമ്മദ് ഇന്നലെ ബോൾ ചെയ്ത് വെച്ച് നോക്കുന്ന സമയത്ത് അഖിൽ ഹുസൈനും ഇന്നലെ നല്ലൊരു സപ്പോർട്ട് കിട്ടിയേനെ. ചിലപ്പോൾ രണ്ടുപേരും കൂടി നന്നായിട്ടൊരു ടീമായിട്ടൊരു ബോൾ എറിഞ്ഞാൽ ചിലപ്പോൾ വിക്കറ്റുകൾ വന്നേനെ. ഇന്നലത്തെ മോസ്റ്റ് എക്സ്പെൻസീവ് ബോളർ ആയിരുന്നു അൻഷുൽ കമ്പോജ്. 2.4 ഓവറിൽ 63 റൺസ്. ഏകദേശം എക്കണോമി നോക്കിക്കഴിഞ്ഞാൽ 23 റൺസ് വെച്ചിട്ടാണ് ആൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് നല്ല അടിയായിരുന്നു കേട്ടോ, വെടിക്കെട്ട് അടിയായിരുന്നു ആളുടെ ആ ഒരു ഓവർ. ഭയങ്കര ഈസി ബോൾ പോലെയാണ് ഒരു അൻഷുൽ കമ്പോജിന്റെ ബോൾ അടിക്കുന്നുണ്ട്. അതും പർപ്പിൾ ക്യാപ്പിൽ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന 1ാം സ്ഥാനത്ത് കുറെ തവണ വന്നിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഈ ഒരു സീസണിൽ. പക്ഷെ ഇപ്പം കഴിഞ്ഞൊരു 2 മാച്ചായിട്ട് വിക്കറ്റുകളൊന്നും കിട്ടുന്നില്ല, കുറച്ച് എക്സ്പെൻസീവ് ആവുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇന്നലത്തെ ഒരു തോൽവിയോട് കൂടി ശരിക്കും ഇന്നലെ ജയിച്ചിരുന്നെങ്കിൽ CSK കുറച്ചും കൂടി ഈസി ആയിരുന്നതിന് അടുത്ത 2 മാച്ച്. പക്ഷേ ഇന്നലെ ജയിക്കാത്തതുകൊണ്ട് തന്നെ അടുത്ത 2 മാച്ച് കുറച്ച് ടഫാണ്. പ്രത്യേകിച്ച് ഇനി കളിക്കാനുള്ളത് SRHന്റെയും GTയുടെയും കൂടിയാണ്. കണ്ടറിയണം 5 പ്രാവശ്യം ചാമ്പ്യന്മാരായിട്ടുള്ള CSKയുടെ അവസ്ഥ എന്താണെന്നുള്ളത്. കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ സീസൺ വെച്ച് നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വലിയൊരു പ്ലേയേഴ്സ് ഒന്നും ഇല്ലാണ്ട് കുറച്ച് പ്ലേയേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് CSK ഇപ്രാവശ്യം മുന്നോട്ട് പോകുന്നത്. കുറേ യങ്സ്റ്റേഴ്സ് ആണ്, അതിൽ കുറച്ച് പേരാണ്, പ്രത്യേകിച്ച് സഞ്ജു ഇതൊക്കെ പോലത്തെ പ്ലേയേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു ഇതിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ്. പക്ഷെ അവരുടെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് ചില മാച്ചസ് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ആൻഡ് ബൗളിംഗിലാണെങ്കിലും ഓവർടൺ പോയതോടെ തന്നെ ഇന്നലെ ഭയങ്കര ഒരു കൊളാപ്സ് കാണാനും പറ്റി. LSGയുടെ പ്ലേ ഗംഭീര പ്ലേ ആണ് ഇന്നലെ. കാരണം പ്രത്യേകിച്ച് ആ ഒരു പുതിയ ബോളർ ഇറക്കിയിട്ട് അടിപൊളിയായിട്ട് ആ ഒരു 3 വിക്കറ്റ് എടുത്തതും, അതുപോലെ തന്നെ ഇന്നിംഗ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിക്കോളാസ് പൂരനും മിച്ചൽ മാർഷും, പ്രത്യേകിച്ച് മിച്ചൽ മാർഷിന്റെ ആ ഒരു നോക്ക്, അതായത് അൺബീറ്റൺ ആയിട്ടുള്ളൊരു നോക്ക് എന്ന് പറയാം. കാരണം 135 ഫസ്റ്റ് വിക്കറ്റിലെ പാർട്ട്ണർഷിപ്പ്, അതായത് ഓപ്പണിംഗ് വിക്കറ്റിലെ പാർട്ട്ണർഷിപ്പ്. അവിടെ ആ വിക്കറ്റ് എടുക്കാൻ പറ്റാത്തതാണ് ശരിക്കും ഇന്നലത്തെ CSKയുടെ തോൽവിക്ക് കാരണം എന്നും മൊത്തത്തിൽ കാണുമ്പോൾ പറയാൻ പറ്റുന്നത്.